UDF കാലത്തെ പോലീസ് മർദ്ദനങ്ങളിൽ തെറ്റേറ്റു പറഞ്ഞ് AK ആന്റണി 1995 ശിവഗിരിയിലെ പോലീസ് നടപടി തനിക്ക് ഏറ്റവും ദുഃഖവും വേദനയും ഉണ്ടായ സംഭവമെന്ന് തുറന്നു പറച്ചിൽ. മുത്തങ്ങയിലെ നരവേട്ട നിർഭാഗ്യകരമായ സംഭവമെന്നും AK ആന്റണി വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞു. അവിടെ പോലീസ് പോയത് ഹൈക്കോടതി ഉത്തരപ്രകാരം ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശിവഗിരിയിൽ അധികാര കൈമാറ്റം നടത്തിയിരിക്കണം. അത് ഗവൺമെന്റ് ചുമതലയാണ്, പോലീസിന്റെ ചുമതലയാണ്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമല്ലോ ക്രിമിനൽ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അധികാരങ്ങളും പോലീസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോയത്. മുത്തങ്ങ ആ സംഭവമാണ്. എന്റെ കാലത്ത് നടന്ന നിർഭാഗ്യകരമായ സംഭവങ്ങളാണ്. ഈ ദുഃഖമുണ്ട് ആ സംഭവത്തിൽ, രണ്ട് സംഭവത്തിൽ. ശിവഗിരി സംഭവത്തിൽ ഈ ദുഃഖമുണ്ട്, മുത്തങ്ങ സംഭവത്തിലും ദുഃഖമുണ്ട്, അതിയായ ഖേദമുണ്ട്. ഞാൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ദുഃഖവും വേദനയും ഉണ്ടാക്കിയൊരു കാര്യം നടന്നു. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി നിർഭൻ ചക്രവർത്തി ചേരുകയാണ്. നിർഭൻ, ഈ നിയമസഭയ്ക്കുള്ളിലും സ്വയം കുഴിച്ച കുഴിയിൽ പ്രതിപക്ഷം വീണു. ഇതാ പുറത്തും മുൻ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി കോൺഗ്രസ് കാലത്ത് ചെയ്ത ചെയ്തികൾ, പോലീസ് മർദ്ദനങ്ങളെ സംബന്ധിച്ച് അക്കമിട്ട് പറഞ്ഞ ആ വേദനയും ദുഃഖവും അദ്ദേഹം പങ്കുവെക്കുകയാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ, ഒപ്പം രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങൾ കൂടി? അജിംഷാദ്, അത് മാത്രമല്ല പറഞ്ഞോളൂ നിർഭൻ, കേൾക്കാം. അജിംഷാദ്, മുതിർന്ന നേതാവായിട്ടുള്ള AK ആന്റണി കഴിഞ്ഞ 21 വർഷത്തിന് ശേഷം കേരള രാഷ്ട്രീയത്തിലെ വിഷയങ്ങളിൽ ഒന്ന്, കേരളത്തിലെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പല തന്നെ വ്യക്തിപരമായി ആരോപണത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന പല കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് തന്നെ നേരിട്ട് വന്ന് മറുപടി പറയേണ്ട ഗതികേട് AK ആന്റണിക്ക് ഉണ്ടായി എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് വിമർശനം ഉന്നയിച്ച് പ്രതിപക്ഷം അടിയന്തര പ്രമേയം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി അക്കമിട്ട് ചില സംഭവങ്ങൾ നിരത്തി. അതിൽ ശിവഗിരിയിലുണ്ടായ സന്യാസിമാരെ നേർക്ക് ഉണ്ടായ പോലീസിൻ്റെ അതിക്രമം, ഒപ്പം തന്നെ മുത്തങ്ങയിൽ ആദിവാസി കൊല്ലപ്പെട്ട വെടിവെപ്പ് തുടങ്ങിയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കാലത്തുണ്ടായിരുന്ന പീഡനങ്ങൾ, രാജൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അടിയന്തരാവസ്ഥ കാലത്തുണ്ടായിരുന്ന പോലീസിൻ്റെ നടപടിക്രമങ്ങളെല്ലാം വിമർശിച്ച് അക്കമിട്ട് നിരത്തിയാണ് മുഖ്യമന്ത്രി പല സംഭവങ്ങളും പറഞ്ഞത്. അതിൽ വ്യക്തമായ മറുപടി പ്രതിരോധിക്കാൻ പ്രതിപക്ഷത്തിനായില്ല. അവസാനം കേരള രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന, കഴിഞ്ഞ 21 വർഷമായി കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാത്ത മുൻ മുഖ്യമന്ത്രി AK ആന്റണിക്ക് നേരിട്ട് വന്ന് അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടി വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്നു ഏറ്റവും ദയനീയമായ കാര്യം. അതിൽ തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ശിവഗിരിയിൽ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോലീസിൻ്റെ ഒരു അതിക്രമം ഉണ്ടായ അക്കാര്യങ്ങളിൽ വ്യക്തിപരമായി എനിക്ക് ദുഃഖമുണ്ട്, ഖേദമുണ്ട് എന്നതാണ്. പക്ഷേ കോടതി നടപടിയുടെ ഭാഗമായി 3 തവണ കോടതിയുടെ ഉത്തരവുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിന് സ്വാഭാവികമായ നടപടി സ്വീകരിക്കേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുത്തങ്ങയിലുണ്ടായ ആദിവാസി വെടിവെപ്പിലും അദ്ദേഹത്തിന് വ്യക്തിപരമായി ദുഃഖമുണ്ട്. അത് ആവർത്തിച്ച് പോലീസ് അട്രോസിറ്റിയാണോ, പോലീസിൻ്റെ അതിക്രമമാണോ, അത് ഇന്ന് നിഷേധിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തിപരമായി ദുഃഖമുണ്ട് എന്നതാണല്ലോ താൻ പറഞ്ഞത് എന്ന മറുപടിയാണ് AK ആന്റണി നൽകിയത്. AK ആന്റണി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് മറുപടി വരാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയിലുണ്ടായ മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ തന്നെ വ്യക്തിപരമായി ആക്രമിക്കുന്ന തരത്തിലുള്ള പല പരാമർശങ്ങൾക്കും പ്രതിപക്ഷ നിരയ്ക്ക് മറുപടി പറയാനോ വിശദീകരണം നൽകാനോ കഴിഞ്ഞില്ല എന്ന വൈഷമ്യവും പരിഭവവുമാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലുണ്ടായത്. മാധ്യമപ്രവർത്തകർ പലരും ചോദിച്ചതാണ്, എന്തുകൊണ്ട് താങ്കൾ തന്നെ ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിന് വന്നു, അത് വരേണ്ടി വന്നു, തനിക്ക് മാത്രം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറയാൻ കഴിയുകയുള്ളൂ എന്ന മറുപടിയാണ് AK ആന്റണി നൽകിയത്. മറ്റ് വിവാദ വിഷയങ്ങളെ സംബന്ധിച്ച്, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കേരളത്തിലെ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി സംബന്ധിച്ച് എന്തുകൊണ്ടാണ് മുതിർന്ന നേതാവായി അങ്ങ് മറുപടി പറയാത്തതെന്ന ചോദ്യത്തിന് അദ്ദേഹം ഒരു മറുപടിയും പറഞ്ഞില്ല. താൻ 2 വിഷയങ്ങളിൽ തന്നെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പരാമർശ വിഷയത്തിൽ മാത്രം മറുപടി പറയാൻ വന്നതാണ് എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹം ഒഴിഞ്ഞത്. തന്നെ വ്യക്തിപരമായി തനിക്ക് ബാധിക്കുന്ന, താൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ 21 വർഷത്തിന് ശേഷം മുഖ്യമന്ത്രി AK ആന്റണിക്ക് തന്നെ വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്നു. അത് പ്രതിപക്ഷത്തിനേറ്റ വലിയ തിരിച്ചടിയാണ് എന്ന വിമർശനമുണ്ട്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ആന്റണി ആ പരിഭവങ്ങൾ കൂടെയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചത്. ഒപ്പം തന്നെ ഈ പറയുന്ന കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ തരത്തിലുള്ള വിവാദമായ രാഹുൽ മാങ്കൂട്ടത്ത് വിഷയത്തിൽ അദ്ദേഹം പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയും ചെയ്തു. അജിംഷാദ്, തീർച്ചയായും നിർഭൻ ചക്രവർത്തി സൂചിപ്പിച്ചതുപോലെ AK ആന്റണിക്ക് തന്നെ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രതികരിക്കാൻ എത്തേണ്ടി വന്നു എന്നതാണ് അവരുടെ കൂട്ടുത്തരവാദിത്തമില്ലായ്മയുടെ ഏറ്റവും ഉത്തമ ഉദാഹരണം. ആ രാഷ്ട്രീയം അങ്ങനെ കൂടി കൈകാര്യം ചെയ്യണം. എന്തായിരുന്നാലും AK ആന്റണി പറയുന്നു UDF കാലത്തെ പോലീസ് മർദ്ദനങ്ങളെ സംബന്ധിച്ച് അതിലെ ദുഃഖവും
വിഷമവും ഒക്കെ ഇപ്പോഴും ഉണ്ടെന്ന് പങ്കുവെച്ചുകൊണ്ടായിരുന്നു എ കെ ആന്റണിയുടെ വാർത്താ സമ്മേളനം. അതിൻ്റെ സമഗ്ര വിവരങ്ങളാണ് നിർഭൻ ചക്രവർത്തി നൽകിയത്.